ദേവാവരദ കൂട്ടുകെട്ടിനേക്കാൾ കേരളം ഏറ്റെടുത്തത് നീതി തേടിയെത്തിയ സാറയെയാണ്. ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഡിസംബർ 21-നാണ് നേര് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബലാത്സംഗത്തിനിരയായ കാഴ്ചയില്ലാത്ത സാറ എന്ന പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കാനെത്തുന്ന അഡ്വക്കേറ്റ് വിജയമോഹൻ കുടുംബ പ്രേക്ഷകരിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിജയമോഹനായി മോഹൻലാലും സാറയായി അനശ്വര രാജനും ജീവിച്ച ചിത്രം. സിദ്ദിഖ്, പ്രിയാമണി, ജഗദീഷ് തുടങ്ങിയവരും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ബോക്സ് ഓഫീസിലും മുന്നേറ്റം കുറിക്കുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസും പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തിയ സലാർ. ഡിസംബർ 22-നാണ് സലാർ പ്രേക്ഷകരിലേക്ക് എത്തിയത്. പടക്കളത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഖൻസാർ എന്ന സാങ്കല്പിക സ്ഥലമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ദേവിയുടെയും രാജിയുടെയും സൗഹൃദത്തെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ പോക്ക്. 4.5 കോടി ഗ്രോസ് നേടിയാണ് സലാർ കേരളത്തിൽ തുടക്കം കുറിച്ചത്. എന്നാൽ വമ്പൻ റിലീസിന് ശേഷം കേരളത്തിൽ ചിത്രത്തിന്റെ കളക്ഷൻ 2-ാം ദിവസം തന്നെ താഴേക്കായി. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങി 1-ലധികം ഭാഷകളിൽ റിലീസ് ചെയ്ത സലാർ മലയാളികൾ കാത്തിരുന്നത് പൃഥ്വിരാജിനെ ലക്ഷ്യമിട്ടായിരുന്നു. വരദരാജ മാന്നാരെ അതിഗംഭീരമായി പ്രതിഫലിപ്പിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചെങ്കിലും കേരളത്തിൽ ചിത്രത്തിന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല. തുടക്കത്തിൽ നേരിന്റെ ഓപ്പണിങ്ങിനെ മറികടന്നായിരുന്നു സലാറിന്റെ വരവ്. പക്ഷേ 3-ാം ദിവസം ആയപ്പോഴേക്കും നേര് സലാറിനെ പിന്നിലാക്കി. എന്നാൽ ആഗോളതലത്തിൽ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമായി ഇതിനോടകം ചിത്രം നേടിയത് 500 കോടിയോളമാണ്. കുത്തിയൊഴുകുന്ന ചോരയുടെ ചൂപ്പിന്റെ ഭംഗിയെ കേരളക്കാർക്ക് വേണ്ട വിധത്തിൽ വരച്ചു കാട്ടുന്നതിൽ പ്രശാന്ത് നീൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവിനെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങിയത്. മാസ് ആക്ഷൻ തീപാറും രംഗങ്ങൾ കൊണ്ടും ഇമോഷണൽ ഡ്രാമ കൊണ്ടും ആരാധകർക്കിടയിൽ സലാർ ആവേശമാകുമ്പോൾ കേരളത്തിലെ സിനിമാ പ്രേമികൾ ആക്ഷനെ മാറ്റി നിർത്തി ഇമോഷനെയാണ് സ്വീകരിച്ചത്. ആകർഷകമായ ആഖ്യാനം കൊണ്ട് ഒരു കോടതി മുറിക്കുള്ളിലെ നിയമവശങ്ങളെ പ്രേക്ഷക മനസ്സിൽ ആഴ്ത്തിയിറക്കിയിരിക്കുകയാണ് ജീത്തു ജോസഫ്. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനത്തോടെ എത്തിയ നേര് റിലീസ് ചെയ്ത ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 21.35 കോടി രൂപ കളക്ഷനാണ് നേടിയത്. 6 ദിവസം കൊണ്ട് 13.25 കോടി മാത്രമാണ് സലാറിന് കേരളത്തിൽ നിന്ന് നേടാനായത്. തിയേറ്ററുകളിൽ പൊൻതിളക്കത്തോടെ നിൽക്കുന്ന നേര് 6 ദിവസത്തിനുള്ളിൽ മൊത്തം 18 കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്.